നിങ്ങളെ എപ്പോഴെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ? വേദനിപ്പിച്ചിട്ടുണ്ടോ? അനാദരവ് കാണിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ആദ്യ സഹജാവബോധം പകരം വീട്ടലായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്താണ് ഏറ്റവും നല്ല പ്രതികാരം? കോപമല്ല, ഏറ്റുമുട്ടലല്ല, മറിച്ച് അതിലും ശക്തമായ ഒന്ന്. പുരാതന സ്റ്റോയിക്കുകൾക്ക് ഒരു ഉത്തരമുണ്ടായിരുന്നു. അത് നിങ്ങളുടെ ശത്രുക്കളെ ശക്തിയില്ലാത്തവരാക്കി നിങ്ങളെ അവരുടെ പരിധിക്കപ്പുറത്തേക്ക് ഉയർത്തുന്നു. പ്രതികാരം പലപ്പോഴും തിരിച്ചടിയായി കാണപ്പെടുന്നു, സ്കെയിലുകളെ സന്തുലിതമാക്കാനുള്ളൊരു മാർഗമാണ്. പക്ഷേ സ്റ്റോയിസിസം അനുസരിച്ച് യഥാർത്ഥ ശക്തി പ്രതികാരത്തിൽ നിന്നല്ല വരുന്നത്, നിങ്ങളോട് തെറ്റ് ചെയ്തവരുടെ മേൽ ഊർജം പാഴാക്കുന്നതിനു പകരം സ്വയം പ്രാവീണ്യം നേടുന്നതിലൂടെയാണ്. ആ വേദനയെ തടയാനാവാത്ത വ്യക്തിഗത വളർച്ചയാക്കി മാറ്റുന്നത്. ഈ വീഡിയോയിൽ സങ്കൽപ്പിക്കുക, പ്രതികാരത്തോടുള്ള ആൾത്തിങ്ക സ്റ്റോയിക് സമീപനം ഞാൻ പങ്കിടാം. നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രസക്തരാക്കുന്ന ഒന്ന്. 1 നമ്പർ, നിസ്സംഗതയാണ് ആൾത്തിങ്ക ശക്തി. ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ അവരുടെ പ്രതികരണം പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾക്ക് മേൽ അധികാരം നൽകുന്നത് നിർത്തിയ നിമിഷം അവർ നിങ്ങളുടെ വേദനയെ പോഷിപ്പിക്കുന്നു, അവർ നഷ്ടപ്പെടുന്നു. മാർക്കസ് ഔറേലിയസ് പറഞ്ഞു, ഏറ്റവും നല്ല പ്രതികാരം പരിക്കുവരുത്തിയവനിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുക എന്നതാണ്. വേർപെടുക, മുന്നോട്ടു പോവുക. നിങ്ങൾ അതിന് മുകളിൽ ഉയരുമ്പോൾ അവർ സ്വന്തം കയ്പിൽ മുങ്ങട്ടെ. നമ്പർ 2, വിജയം ഏറ്റവും വലിയ നിശബ്ദതയാണ്. യഥാർത്ഥ പ്രതികാരം ലളിതമായി ജീവിക്കുന്നതാണെന്ന് സ്റ്റോയിക്കുകൾ വിശ്വസിക്കുന്നു. നന്നായി ജീവിക്കുന്ന വ്യക്തിയെ സങ്കല്പിക്കുക. നീ വിജയിക്കുന്നത് കണ്ട് സംശയിച്ചു. നീ വളരുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുമോ എന്ന് അവർ പ്രതീക്ഷിക്കും. പക്ഷെ പകരം നീ ഉയരത്തിലുയരും. അവ ഒരിക്കലും ഒരു തടസ്സമായിരുന്നില്ല, വെറും ഒരു പാഠം. നമ്പർ 3, നിങ്ങൾക്ക് അവഗണിക്കാൻ കഴിയുന്നത് നിയന്ത്രിക്കുക. നിങ്ങൾക്ക് കഴിയില്ല. എപ്പിക്ടെറ്റസ് പറഞ്ഞു, നിങ്ങൾക്കെന്താണ് സംഭവിക്കുന്നത് എന്നതല്ല പ്രധാനം, പക്ഷെ നിങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് പ്രധാനമാണ്. ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷേ ഭൂതകാലത്തിൽ മുഴുകുമ്പോഴെല്ലാം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിങ്ങൾ നിയന്ത്രിക്കുന്നു. വേദന നിങ്ങൾ അവർക്ക് നിങ്ങളുടെ മനസ്സിൽ ഇടം നൽകുന്നു. ആ ശക്തി തിരികെ എടുക്കുക. സ്വയം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കുക. നമ്പർ 4, നിങ്ങളുടെ വികാരങ്ങൾ മാസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ജീവിതം മാസ്റ്റർ ചെയ്യുക. കോപം നിങ്ങളെ ഭൂതകാലത്തിലേക്ക് ബന്ധിപ്പിക്കുന്നു, പക്ഷെ ആത്മനിയന്ത്രണം, അതാണ് സ്വാതന്ത്ര്യം. സ്റ്റോയിക്കുകൾ തങ്ങളെ വേദനിപ്പിക്കുന്നവരോട് ഒന്നും തോന്നാതിരിക്കാൻ സ്വയം പരിശീലിക്കുന്നു. നിങ്ങളെ തന്നെ ചിത്രീകരിക്കുക. ശാന്തതയെ ബാധിക്കില്ല. നിങ്ങളുടെ നിശബ്ദത ഏത് വാക്കുകളെക്കാളും ഉച്ചത്തിൽ. നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ശക്തനാകുമ്പോൾ നിങ്ങൾ 5 നമ്പറായി മാറുന്നു. അവ അപ്രസക്തമാകും. ആൾത്തിങ്ക പ്രതികാരം, അവ വളരെ സംതൃപ്തമായ ഒരു ജീവിതം, അവ ഒരു വിദൂര ഓർമ്മയായി മാറുന്നു. അവർ നിങ്ങൾ തകരുമെന്നവർ പ്രതീക്ഷിച്ചു, പക്ഷെ പകരം നീ അഭിവൃദ്ധി പ്രാപിക്കുന്നു. അതാണ് നിങ്ങൾ മുന്നോട്ടു പോകാത്ത സ്റ്റോയിക് രീതി. 6 നമ്പറിന് മുകളിലേക്ക് ഉയരുക. അവസാനമായി ചിന്തിച്ചു, നിങ്ങളുടെ സമാധാനം ദിവസാവസാനം അവരുടെ പരാജയമാണ്. ഏറ്റവും നല്ല പ്രതികാരം അവരെക്കുറിച്ചല്ല, നിങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾ കൂടുതൽ സമാധാനത്തിലാണ് അവരുടെ പ്രവൃത്തികൾക്ക് പ്രാധാന്യം കുറയുകയും നിങ്ങൾ ശരിക്കും വിഷമിക്കുന്നത് നിർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ വിജയിച്ചു എന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും പ്രതികാരം ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സാഹചര്യത്തിലായിരുന്നു, പകരം നിങ്ങൾ എന്താണ് ചെയ്തത്? താഴെ ഒരു അഭിപ്രായം ഇടുക. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനുകൾ ഓണാക്കാനും മറക്കരുത്.